വളരെ വിലപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എൻ്റെ സഹോദരിയും എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ ഒരുമിച്ച് പ്രാർത്ഥിച്ച അനുഭവങ്ങളുണ്ടായിരുന്നു. മുന്നോട്ട് ഇനി ലഭിക്കുകയില്ല എന്ന് പറഞ്ഞ സന്ദർഭം അനുഭവത്തിലുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ആ സങ്കീർത്തനം ധ്യാനിച്ചപ്പോൾ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കേണ്ടതിന്, അത് മനുഷ്യരോട് പറയേണ്ടതിന് ദൈവം എന്നെ ഭൂമിയിലാക്കി വെച്ചു. ഞാൻ ആ സങ്കീർത്തനം ഇങ്ങനെ ധ്യാനിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന സന്ദേശങ്ങൾ എനിക്ക് ദൈവം നൽകി തന്നു. അത് ഞാനിങ്ങനെ കുറിച്ചു: നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും, ദൈവമേ നീ എൻ്റെ രാജാവല്ലോ. നാൾ തോറും നിന്നെ ഞാൻ വാഴ്ത്തും, എന്നേക്കും നിന്റെ നാമത്തെ സ്തുതിക്കും. നിന്റെ അത്ഭുതങ്ങളെ ഞാൻ ധ്യാനിക്കും, മനുഷ്യർ നിന്റെ ബലത്തെ പ്രസ്താവിക്കും. ഞാൻ നിന്റെ മഹിമയെ വർണ്ണിക്കും, നിന്റെ മഹിമ അഗോചരമാണ്. എന്നോട് വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അത് വർണ്ണിപ്പാൻ നിന്നെ ഞാൻ ജീവനോടെ ശേഷിപ്പിച്ചു. ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും എന്ന് തന്റെ ദാസൻ പാടുന്നത് പോലെ ഇതുവരെയും ദൈവം നടത്തിയ വിധങ്ങളും വന്ന വഴികളൊക്കെ ഞാൻ ഒന്ന് തിരിഞ്ഞു ചിന്തിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സങ്കീർത്തനത്തിൽ നിന്ന് എന്നോട് സംസാരിച്ച ചില വരികളാണ് ഈ ഗാനമായി രൂപപ്പെട്ടത്. അത് നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും, ദൈവമേ നീ എൻ്റെ രാജാവല്ലോ. ഈ മനോഹരമായിരിക്കുന്ന ഗാനം ബ്രദർ രാജീസ് നിങ്ങൾക്ക് വേണ്ടി പാടും.
ഉള്ളവൻ നിന്റെ നാമത്തെ